തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ വിവാദ പരാമർശവുമായി രംഗത്ത്. തമിഴിനെ അപമാനിക്കുന്നവരുടെ നാവ് പിഴുതു മാറ്റുമെന്നും ഉത്തരേന്ത്യയിൽ ഒരു സ്ത്രീക്ക് 10ലധികം പേരെ കല്യാണം കഴിക്കാമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ത്രിഭാഷ നയത്തിനെ തമിഴ്നാട് എതിർക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. തമിഴ് ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യക്കാർ ബഹുഭാര്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മന്ത്രി അവകാശപ്പെട്ടത്. നമ്മുടെ സംസ്കാരത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കൂ. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ ഉണ്ടാകാം. അതുപോലെ 5 പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം. ഇതാണ് അവരുടെ പാരമ്പര്യം. ഒരാൾ പോയാൽ മറ്റൊരാൾ അവരുടെ സ്ഥാനം ഏറ്റെടുക്കുന്നു. മഹാഭാരതത്തിലെ ദ്രൗപദിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. ജനസംഖ്യയെ പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം പരാമർശങ്ങൾ നടത്തി. കേന്ദ്രവും കോൺഗ്രസും മറ്റു പാർട്ടികളും ജനസംഖ്യ നിയന്ത്രിക്കാൻ തങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു. അതിനാൽ ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു. എന്നാൽ ഉത്തരേന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞില്ല. അവിടത്തെ കുടുംബങ്ങൾക്ക് 17, 18 അല്ലെങ്കിൽ 19 കുട്ടികൾ പോലും ഉണ്ടായിരുന്നു എന്നും ദുരൈമുരുകൻ ആരോപിച്ചു. ഡിഎംകെ എംപിമാർക്കെതിരെ പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പരാമർശത്തെയും അദ്ദേഹം വിമർശിച്ചു. ഈ ദുർഗന്ധം വമിക്കുന്ന സംസ്കാരത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിക്കുകയാണോ? ഞങ്ങൾ നിങ്ങളുടെ നാവ് മുറിക്കും. സൂക്ഷിക്കുക എന്നിങ്ങനെയാണ് മന്ത്രി പറഞ്ഞത്.